നമസ്കാരം സുഹൃത്തുക്കളെ. ഗൺ ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈനായി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഗൺ ലൈസൻസ് ലഭിക്കുന്നതിനായി നിരവധി നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിലും അപേക്ഷ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായി നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഗൂഗിളിൽ നമ്മൾ ഗൺ ലൈസൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലോട്ടുള്ള ഡയറക്റ്റ് എൻട്രി നമുക്ക് ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല, അപ്ലൈ ഓൺലൈൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇങ്ങനെ കുറച്ച് ഈ സ്ക്രീനിൽ കുറേ ഡിസ്പ്ലേ കാണാം. അതിൻ്റെ അകത്ത് അപ്ലൈ ഹിയർ എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മാനുഫാക്ചർ ഉള്ളി, സ്റ്റേറ്റ് ഹോം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ രണ്ട് ലിങ്കുകൾ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കാറ്റഗറി ഇൻഡിവിജ്വൽ, നമുക്ക് മാനുഫാക്ചർ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈസൻസ് എടുക്കാം, സ്പോർട്സിന് എടുക്കാം, ഡീലർക്ക് എടുക്കാം. നമ്മൾ ഇൻഡിവിജ്വൽ ലൈസൻസ് ആണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഏതാണോ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുന്നു. ശേഷം ഡിസ്ട്രിക്റ്റ്, നമുക്ക് ഡിസ്ട്രിക്റ്റ് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. ഞാനിതൊരു ഡെമോ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം പത്തനംതിട്ടയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിങ് അതോറിറ്റി ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട കൊടുക്കുന്നു. ശേഷം നമുക്ക് ഇനി സർവീസാണ്. സർവീസിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കാണാം. അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ ലൈസൻസ് ആകുമ്പോൾ ആദ്യം തന്നെ കിടപ്പുണ്ട് ഗ്രാൻഡ് ന്യൂ ലൈസൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയല്ല. പിന്നെ റിന്യൂവൽ ഓഫ് ലൈസൻസ് ഉണ്ട്, ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ് ഉണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതിന് കൺഫ്യൂഷൻ ഒന്നും ആകാനില്ല. നമ്മൾ ഗ്രാൻഡ് ഫോർ ന്യൂ ലൈസൻസ് എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു, നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് പോകുന്നു. അപ്പോൾ അത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. വ്യക്തിഗത വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ പോലീസ് അന്വേഷണത്തിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ വിവരങ്ങളൊക്കെ കൂടിയുള്ള റിപ്പോർട്ടായിരിക്കും അവസാനം ജില്ലാ മജിസ്ട്രേറ്റിന് പോകുന്നത്. അപ്പോൾ നമ്മൾ അപേക്ഷയിൽ വിവരങ്ങൾ തന്നെ കൊടുത്തിരിക്കണം. അപേക്ഷയിൽ നമ്മൾ ആപ്ലിക്കൻറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. ആപ്ലിക്കൻ്റ് പേര് കൊടുക്കുന്നു, ആപ്ലിക്കൻ്റെ വയസ്സ്, പിതാവിൻ്റെ പേര്, ബർത്ത് പ്ലേസ്, വയസ്സ് എന്നീ കുറേ കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സൈറ്റ് വളരെ സിമ്പിളായത്, പെട്ടെന്ന് ഇത് നമുക്ക് കേരള സർക്കാരിൻ്റെ പല ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത് ഓൺലൈൻ അപേക്ഷ ഈ സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ഇത് മാൻഡേറ്ററി ഫീൽഡായിട്ട് കാണുന്നു. അതായത് റെഡിലാണ് കൊടുത്തിരിക്കുന്നത്, റെഡ് സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുവാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്രസ്സിൽ നമ്മുടെ ആധാറിലെ വിവരങ്ങൾ തന്നെ, നമ്മുടെ വീട്ടുപേര്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ നമ്മൾ എന്ന് മുതലാണ് നമ്മൾ ആ പ്ലേസിൽ താമസിക്കുന്നത് എന്നുകൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേസ് ഓഫ് അഡ്രസ്സ് കൊടുക്കുന്നു, നമ്മൾ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് വരുന്നു. ഡിസ്ട്രിക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ ആ ജില്ലയിൽ എന്ന് മുതലാണ് താമസിക്കുന്നത്. ഇത് കൃത്യമായ അന്വേഷണം വരുന്നതായതിനാൽ അതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കുക. എന്നാണോ നമ്മൾ കറക്റ്റ് ഡേറ്റ് കൊടുക്കുക. ചിലപ്പോൾ ഇത് നമ്മുടെ അയൽപക്കത്തുള്ളവരോടും കൂടി അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഗൺ ലൈസൻസിനുള്ള പ്രപ്പോസലൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ നമ്പർ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പേര് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഏതാണോ പ്രൊഫഷൻ അതൊക്കെ കൊടുക്കാനുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് ബാർ സബ്മിറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അന്നേരം അപേക്ഷ നമുക്ക് സബ്മിറ്റ് ആകുകയാണ്. പക്ഷെ എന്നാലും ബാക്കി നടപടികൾ തീരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ കൊടുത്തതിന് ശേഷം അഡീഷണൽ ഡീറ്റെയിൽസിലോട്ട് ഇനി നമുക്ക് വരാം. അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ചോദിക്കുന്ന നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗൺ ലൈസൻസ് അനുവദിച്ചിട്ടുണ്ടോ, പിന്നെ നമ്മൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, നമുക്ക് ക്രോപ്പ് പ്രൊട്ടക്ഷന് എന്തിനു വേണ്ടിയാണ് നമുക്കിത്. ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഈ പന്നിയൊക്കെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയും അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയായിരിക്കാം. പിന്നെ ആപ്ലിക്കൻറ്റിന് മതിയെ സേഫായിട്ട് തോക്ക് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലമുണ്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തൽക്കാലം ഇതൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ എസ് എന്നാണെങ്കിൽ നമുക്ക് അതിനുള്ള ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതണം. നമ്മളത് ക്യാപ്ചയും കൂടെ ഓരോ സ്ഥലത്തും ക്യാപ്ച ചോദിക്കുന്നുണ്ട്. അപ്പം ക്യാപ്ച എൻ്റർ ചെയ്ത് നമുക്ക് സൈറ്റിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് വരാവുന്നതാണ്. അടുത്ത ഭാഗവും
ഈ ഇതിൻ്റെ അകത്ത് ആർക്കും സംശയമൊന്നും എനിക്ക് തോന്നുന്നു, ഇത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിനി അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ ആ കളക്ടറേറ്റിലെ ആ സെക്ഷനിൽ ചിലപ്പം ചോദിക്കേണ്ടി വരും. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകാവുന്നതാണ്. ഇനി അപേക്ഷയിലെ അവസാന സെക്ഷനിലോട്ട് വരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ തോക്കിൻ്റെ വിവരങ്ങൾ, തോക്ക് എന്തിനു വേണ്ടിയാണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തോക്ക് മിക്കവാറും ആൾക്കാർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ നമ്മൾ കൊടുക്കുക. ഏത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്തിനാണെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം വരുന്നതാണ്. പ്രത്യേകിച്ചും ക്രമസമാധാന പ്രശ്നത്തെ ബാധിക്കുന്നതായതുകൊണ്ട് നമുക്ക് വലിയൊരു അന്വേഷണമൊക്കെ വരുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ വെപ്പൺ കാറ്റഗറി കൊടുക്കുന്നു. പിന്നെ നമ്മൾ വെപ്പൺ റൈഫിളോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് തോക്കാണോ ഏത് ഗണ്ണാണോ അതിൻ്റെ വിവരങ്ങളൊന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആംസ് എന്തിനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആംസ് എന്തിനാണെന്നുള്ളതാണ്. അത് പല റൈഫിളുകൾ തന്നെ, സ്കോട്ടിഷ് മെയ്ഡ്, ഇന്ത്യൻ മെയ്ഡ്, റഷ്യൻ മെയ്ഡ്, അങ്ങനെയുള്ള ആ റൈഫിളിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഏതാണോ ഗണ്ണ് അതിലുണ്ട്, ഗണ്ണിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ പറഞ്ഞിരിക്കും. പിന്നെ ഇതിൻ്റെ ഏതൊക്കെ ഏരിയയിലാണ്, ഏരിയ ഓഫ് വാലിഡിറ്റി ആണ്. അതായത് ഇന്ത്യ ഒട്ടുക്കും ഇതിന് വേണോ, നമുക്ക് ഡിസ്ട്രിക്റ്റ് മാത്രം മതിയോ, നമ്മുടെ താലൂക്കിൽ മാത്രം മതിയോ, അത് സ്റ്റേറ്റിനകത്ത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളാണ്. അത് നിങ്ങൾ ബാധകമായത് നിങ്ങൾ എടുക്കുക. നമുക്ക് ജില്ലയ്ക്കകത്ത് വേണം, നമുക്ക് കേരളത്തിന് അകത്ത് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്ലെയിം ഓഫ് സ്പെഷ്യൽ ഇതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാലും പോലീസുകാർ അതിൻ്റെ അകത്ത് അന്വേഷണമുണ്ട്. അപ്പം പിന്നെ നമുക്ക്, ഞാൻ പേഴ്സണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് തൽക്കാലം കൊടുത്തിതങ്ങ് ആപ്ലിക്കേഷൻ അങ്ങ് ഫോർവേഡ് ചെയ്യാം. അതെന്താണേലും അത് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു വിഷയം തന്നെ കൊടുക്കുക. ഗൺ ലൈസൻസ് എന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി 2 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അവസാനം നമ്മുടെ PDF നമ്മൾ പ്രിൻ്റ് ഔട്ടായി വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോയും അതിൻ്റെ അകത്ത് സിഗ്നേച്ചറും കാണിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ തീർന്നു.